പറക്കുന്ന സ്കൂളിൽ നിന്ന് ബിജു പങ്കജ് ഉണ്ട്. AK ബാലൻ ബിജു പങ്കജിന്റെ ഒപ്പം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ബിജു, ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? എന്താണ് AK ബാലൻ അടക്കമുള്ള ആളുകൾക്ക് പറയാനുള്ളത്? ഏതാണ്ട് 65% ഇപ്പോൾ പറയുന്നു. 66, 65. അതിൽ ഏറ്റവും കൂടുതൽ പാലക്കാട് നഗരസഭ ഉൾപ്പെടുന്ന പാലക്കാടാണ് പറയുന്നത്. എങ്ങനെ തോന്നുന്നു ഈ വോട്ടിംഗ് പെർസെൻറ്റേജ്? കഴിഞ്ഞ തവണത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ 74 എങ്ങനെ വിലയിരുത്തുന്നു അങ്ങ്? കഴിഞ്ഞ വോട്ടിംഗ് ശതമാനത്തിലേക്ക് എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊതുവിൽ ജനങ്ങൾ വളരെ കോൺഷ്യസാണ്. അവരുടെ സമ്മതിദാനാവകാശം ഫലപ്രദമായി ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകന്മാരും വോട്ടർമാരും സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഉള്ളടക്കത്തെ പൂർണ്ണമായും സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെയുള്ള വോട്ടർമാർ കാണിച്ചിട്ടുള്ളത്. ഇതുവരെ സമാധാനപരമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. വണ്ണക്കര ഒരു 48ാം ബൂത്തിലാണ് UDFൻ്റെ സ്ഥാനാർത്ഥി പോളിംഗ് ബൂത്തിൽ കയറി വോട്ടിന് ചോദിച്ചതായ ഒരു പരാതി വന്നത്. അതെന്താണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം വളരെ സമാധാനപരമായിട്ടാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ വോട്ടിംഗ് അവസാനിക്കാൻ. എന്തെങ്കിലും അടിയൊഴുക്കുകൾ അങ്ങേക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, അടിയൊഴുക്കുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജനകീയ ഉള്ളടക്കത്തെയും ജനവികാരത്തെയും അട്ടിമറിക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ട്.